എനിക്ക് ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായി. ഞാനിങ്ങനെ പുറത്തിട്ട് കുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ഒരിത്തിരി വെള്ളം വരെയും പിന്നെ അവന് നന്നായിട്ട് വേർക്കുകയും ചെയ്തിട്ടുണ്ടായി. പിന്നെ അകത്തിരുന്ന് ഫാനൊക്കെ ഇട്ട് റെഡിയായപ്പോൾ ഓക്കെ ആയത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ പലരും തട്ടിമാറ്റി കളയുന്ന കാര്യമാണ്. ഞാൻ കരുതും ഇതങ്ങ് അവിടെ അല്ലേ, എറണാകുളത്തല്ലേ, ഇവിടെ അല്ലല്ലോ എന്നൊക്കെ ഞാൻ കരുതും. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്. കാരണം അദ്ദേഹം തന്നെ അവസാനം പറയുന്നുണ്ട്, ഞാൻ വീഡിയോ കണ്ടത് കൊണ്ടാണ് ഞാൻ ഈ തക്ക സമയത്ത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ സംഗതികളും പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. CPR കൊടുക്കേണ്ടതും തൊണ്ടക്കുള്ളിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണമെന്നുള്ളതും എല്ലാം ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഈ വളർച്ചയുടെ ഈ കാലത്ത് നാം അറിഞ്ഞിരിക്കണം. ആർക്ക് എപ്പോൾ എങ്ങനെ പ്രായപരിധി ഇല്ലാതെ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. നാം പലരും ഇക്കാലത്ത് പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പം അതിനെ സംബന്ധിച്ച് എന്താണെന്ന് കണ്ടത്. പെട്ടെന്ന് അവൻ കുപ്പി എടുത്തിട്ട് കുടിക്കുന്നുണ്ട്. വെള്ളമല്ല, സോഡയാണ്. നമ്മുടെ ഹാർട്ട് വരെ പണിയാവാൻ പറ്റുന്ന സാധനമാണ്. ഒറ്റയടിക്ക് കുടിക്കാതിരിക്കുക. പിന്നെ ആ ബൈക്കുകാരനെ നാം കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ സൊസൈറ്റി ഒരാളെ സഹായിക്കരുതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം പോലീസുകാരൻ നാം ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അത് നമുക്ക് തന്നെയാണ് പോരാ എന്ന് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നലകളിലെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും സഹായിക്കാനും കണ്ടാൽ തിരിഞ്ഞ് നടക്കാൻ വരെ ശ്രമിക്കുന്നത്. ചിലർ സഹായിക്കും, എല്ലാവരും സഹായിക്കുന്നു വരില്ല.